ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കോമിക്സ് ട്യൂട്ടോറിയൽ. കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന പുതിയൊരു സബ്ജക്റ്റാണ് ഈ വീഡിയോയിലൂടെ തുടക്കം കുറിക്കുന്നത്. കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന ഫുൾ സബ്ജക്റ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ലെക്ചർ സീരീസ് ഫ്രെയിം ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലെക്ചർ സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും 4 ടോപ്പിക്കാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഫസ്റ്റ്, ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013. എന്താണ് കമ്പനീസ് ആക്ട് 2013, അതിൻ്റെ ഹിസ്റ്ററി, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫീച്ചേഴ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് മീനിങ് ഓഫ് കമ്പനി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് കമ്പനി. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനി ഉണ്ട്. ആ കമ്പനി ഓരോന്നായും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആൻഡ് ഫോർത്ത് ടോപ്പിക്, ദാറ്റ് ഈസ് കോർപ്പറേറ്റ് വെയിൽ. കോർപ്പറേറ്റ് വെയിൽ എന്താണ്, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. ഓക്കെ, അപ്പോൾ ഈ 4 ടോപ്പിക്കാണ് നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013. ഒരു കൊമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്പനീസ് ആക്ട് എന്നുള്ളത്. അപ്പോൾ എന്തിനാണ് കമ്പനീസ് ആക്ട് 2013 ആവശ്യകത? കമ്പനീസ് ആക്ട് 2013 മുമ്പ് നിലവിലുണ്ടായിരുന്ന ഒരു ആക്റ്റാണ് കമ്പനീസ് ആക്ട് 1956 എന്നുള്ളത്. അപ്പോൾ ഏകദേശം 57 വർഷങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ പുതിയൊരു കമ്പനീസ് ആക്ടിലേക്ക് മാറുന്നത്. ഇപ്പോൾ നോക്കുക, 50 വർഷങ്ങൾക്ക് മുമ്പുള്ള ബിസിനസ് സിറ്റുവേഷൻ അല്ല, അല്ലെങ്കിൽ എക്കണോമിക് സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അല്ലേ? ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, കൊമേഴ്സ് ബിസിനസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബിസിനസ് സാധ്യതകളും എക്കണോമിക്സ് ചേഞ്ചസ് എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ കമ്പനീസ് ആക്ട് ആയിട്ടുള്ള കമ്പനീസ് ആക്ട് 1956 നിന്നും പുതിയൊരു കമ്പനീസ് ആക്ടിലേക്ക് മാറാൻ നമ്മൾ നിർബന്ധിതരായത്. അതിൻ്റെ ഫലമായിട്ടാണ് കമ്പനീസ് ആക്ട് 2013 നിലവിൽ വന്നത്. ഇനി എങ്ങനെയാണ് ഇന്ന് കാണുന്ന കമ്പനീസ് ആക്ട് 2013 നമ്മൾ എത്തിച്ചേരുന്നത് എന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് ഹിസ്റ്ററി ഓഫ് കമ്പനീസ് ആക്ട് 2013. ഇൻഡിപെൻഡൻസിന് മുമ്പ് അഥവാ ബ്രിട്ടീഷ് ഇന്ത്യയിൽ വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അക്കാലത്ത് ഇന്ത്യയിലെ കമ്പനി ഫോളോ ചെയ്തിരുന്നത് ഇംഗ്ലണ്ടിലെ കമ്പനി ലെജിസ്ലേഷൻ ആയിരുന്നു. എന്നാൽ ഇന്ത്യൻ കമ്പനി ലോൻ്റെ തുടക്കം 1850s. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ കമ്പനികളെല്ലാം രജിസ്ട്രേഷൻ നടന്നിരുന്നത്. അപ്പോൾ ഈ ആക്ട് ബ്രിട്ടീഷ് കമ്പനീസ് ആക്ട് 1844 മാതൃകയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഹിസ്റ്ററി ഓഫ് കമ്പനി ലോ ബിഗിൻ വിത്ത് ദ കമ്പനീസ് ആക്ട് ഓഫ് 1850s. ഓക്കെ, ദ മോഡൽഡ് ഓൺ ബ്രിട്ടീഷ് കമ്പനീസ് ആക്ട് ഓഫ് 1844. പിന്നീട് അങ്ങോട്ട് ഒരുപാട് അമെൻമെൻറ്റ്സും ചേഞ്ചസും കമ്പനീസ് ആക്ടിൽ വരികയുണ്ടായി. ഇൻഡിപെൻഡൻസിന് ശേഷം എന്നുവെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യൻ കമ്പനീസിന് സ്യൂട്ടാകുന്ന തരത്തിൽ ഒരു കമ്പനീസ് ആക്ട് വേണമെന്നുള്ളൊരു ആവശ്യകത ഉയർന്നു വന്നു. അങ്ങനെ ഒക്ടോബർ 1950s ഇന്ത്യ ഗവൺമെൻറ് 12 അംഗ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തു. അതിൻ്റെ ചെയർമാനായിരുന്നു CH ബാബ. അതുകൊണ്ട് തന്നെ ആ കമ്മിറ്റി ബാബ കമ്മിറ്റി എന്നറിയപ്പെട്ടു. ഓക്കെ, അങ്ങനെ ഈ കമ്മിറ്റി ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളെയും പറ്റി പഠിച്ചതിന് ശേഷം ഏപ്രിൽ 1952 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 2 സെപ്റ്റംബർ 1953 സെൻട്രൽ ഗവൺമെൻറ് ഒരു ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നു. ബാബ കമ്മിറ്റി സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൽ എന്തെങ്കിലും മോഡിഫിക്കേഷനോ ചേഞ്ചസോ ഉണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെൻറ്റ് ഒരു ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിയെ മെയ് 1954 അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെ ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റി അതിന്മേൽ സ്റ്റഡിയൊക്കെ നടത്തി റെക്കമെൻഡേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് വീണ്ടും ഒരു ബില്ലായിട്ട് പാർലമെൻറ്റ് വെക്കുകയും പാർലമെൻറ്റിൽ അത് 1955 നവംബറിൽ അത് പാസ്സാവുകയും ചെയ്തു. 18 ജാനുവരി 1956 അത് പ്രസിഡന്റ് ഒപ്പുവെക്കുകയും അങ്ങനെ ഒരു ആക്റ്റായിട്ട് മാറുകയും ചെയ്തു. ഈ ആക്ട് 1956 ഏപ്രിൽ 1 കൂടിയിട്ട് നിലവിൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. അതാണ് കമ്പനീസ് ആക്ട് 1956 ഒരു ഹിസ്റ്ററി. അപ്പോൾ ഈ കമ്പനീസ് ആക്ട് 1956 658 സെക്ഷൻസും അതേപോലെ 14 ഷെഡ്യൂൾസാണ് ഉണ്ടായിരുന്നത്. കമ്പനീസ് ആക്ട് 1956 ഒരുപാട് വർഷങ്ങളിലായിട്ട് ഒരുപാട് അമെൻമെൻറ്റ് വരികയുണ്ടായി. അങ്ങനെ കുറേ കാലം കടന്നുപോയി.
നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും എക്കണോമിക് എൻവിറോൺമെൻറ്റിൽ തന്നെ വളരെ മാറ്റമുണ്ടായി. ഇന്ത്യയിൽ പുതിയ എക്കണോമിക് പോളിസികൾ വന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പുതിയൊരു കമ്പനീസ് ആക്ടിന് ആവശ്യകത ഉണ്ടായി. അങ്ങനെ 2009 പുതിയൊരു കമ്പനീസ് ബില്ല് പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ആ ബില്ലിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടത് കൊണ്ട് തന്നെ ഗവൺമെൻറ് ആ ബില്ല് പിൻവലിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ബില്ല് പിൻവലിക്കുകയും പുതിയൊരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ലാണ് കമ്പനീസ് ബില്ല് 2011. 14th December 2011 ഈ കമ്പനീസ് ബില്ല് 2011 ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് 18th December 2012 ലോക്സഭ പാസ്സാവുകയും 8th August 2013 രാജ്യസഭ പാസ്സാവുകയും ചെയ്തു. ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായ ആ ബില്ല് August 29, 2013 പ്രസിഡന്റ് ഒപ്പുവെക്കുകയും അതൊരു നിയമമായിട്ട് മാറുകയും ചെയ്തു. ഈ ആക്ട് നിലവിൽ വരുന്നത് 1st April 2014 കൂടിയിട്ടാണ്. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 470 സെക്ഷൻസും 7 ഷെഡ്യൂൾസും ഉണ്ടായിരുന്നു. ഓക്കെ, കമ്പനീസ് ആക്ട് 1956 കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 658 സെക്ഷൻസും 15 ഷെഡ്യൂൾസാണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 വന്നപ്പോൾ 470 സെക്ഷൻസും 7 ഷെഡ്യൂൾസാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് കമ്പനീസ് ആക്ട് 2013 ഒരു ചെറിയൊരു ഹിസ്റ്ററി എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് കമ്പനീസ് ആക്ട് 2013? കമ്പനിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൺസോളിഡേറ്റ് ചെയ്യുന്നതിനും ഭേദഗതി വരുത്തുന്നതിനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമാണ് കമ്പനീസ് ആക്ട് 2013. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 മുമ്പുണ്ടായിരുന്ന ആക്ട് ഏതായിരുന്നു? കമ്പനീസ് ആക്ട് 1956. അപ്പോൾ എന്തിനാണ് കമ്പനീസ് ആക്ട് 2013 ആവശ്യകത എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഒരുപാട് എക്കണോമിക് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ചസ് എല്ലാം പരിഗണിച്ച് നമ്മുടെ എക്കണോമിക് ഗ്രോ ചെയ്യുന്നതിന് വേണ്ടി ഓൾറെഡി ഉണ്ടായിരുന്ന കമ്പനീസ് ആക്ടിനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നതാണ് ഈ കമ്പനീസ് ആക്ട് 2013 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര സെക്ഷൻസ് ഉണ്ട്? 470 സെക്ഷൻസും 7 ഷെഡ്യൂളും അതേപോലെ 29 ചാപ്റ്റേഴ്സും അടങ്ങിയിട്ടുള്ളതാണ് കമ്പനീസ് ആക്ട് 2013 എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013. അപ്പോൾ കമ്പനീസ് ആക്ടിൽ ഒരുപാട് കണ്ടൻറ് ഉണ്ടായിരുന്നു. കമ്പനീസ് ആക്ട് 1956. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും ആവശ്യമില്ലാത്ത കണ്ടൻറ് ഒഴിവാക്കുക എന്നായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യം. ടു റെഡ്യൂസ് ദ കണ്ടൻറ് ഓഫ് ദി സബ്സ്റ്റാൻസീവ് പോർഷൻ. നെക്സ്റ്റ്, ടു ഇൻട്രൊഡ്യൂസ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ദി പ്രൊവിഷൻ റിലേറ്റഡ് ടു ഗവേണൻസ്, മാനേജ്മെൻറ്റ്, കംപ്ലയൻസ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ്, ഡിസ്ക്ലോഷർ നോംസ് ആൻഡ് ഓഡിറ്റേഴ്സ്. ഗവേണൻസ്, മാനേജ്മെൻറ്റ്, ഡിസ്ക്ലോഷർ നോംസ്, ഓഡിറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ഈ ആക്ട് പ്രകാരം ഓഡിറ്റേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റിലും ഡ്യൂട്ടീസിലേക്ക് ഒരുപാട് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതുപോലെ ഡിസ്ക്ലോഷർ നോംസ്, എന്തെല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ടു എനേബിൾ ദി കോർപ്പറേറ്റ് സെക്ടർ ടു കണ്ടക്ട് ഇറ്റ്സ് അഫയേഴ്സ് റെസ്പോൺസിബിളി ആൻഡ് ട്രാൻസ്പെറൻ്റ്ലി. ഇപ്പോൾ കമ്പനിയുടെ അഫയേഴ്സിൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരാനാണ്. ഇപ്പോൾ ഒരു പബ്ലിക് കമ്പനി ഫോം ചെയ്യുന്നത് പബ്ലിക്കിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ അഫയേഴ്സ് പബ്ലിക് അറിഞ്ഞിരിക്കേണ്ടതാണ്, അല്ലേ? എന്തെല്ലാമാണ് കമ്പനി നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം ഈ കമ്പനികൾ ചെയ്യുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ അഫയേഴ്സൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ്, ഇൻട്രൊഡ്യൂസിങ് ന്യൂ കൺസെപ്റ്റ് സച്ച് ആസ് 1% കമ്പനി, സ്മോൾ കമ്പനി ആൻഡ് ഡോർമെൻറ്റ് കമ്പനി. ഇപ്പോൾ ഈ കമ്പനീസ് ആക്ട് 2013 പുതിയൊരു കൺസെപ്റ്റാണ് 1% കമ്പനി, സ്മോൾ കമ്പനി, ഡോർമെൻറ്റ് കമ്പനി തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കമ്പനികളെല്ലാം പുതുതായിട്ട് ഒരു പുതിയ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് 1% കമ്പനി, സ്മോൾ കമ്പനി, ഡോർമെൻറ്റ് കമ്പനി എന്നെല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഇൻട്രൊഡ്യൂസിങ് ദി പ്രൊവിഷൻസ് ഓഫ് ഡീലിംഗ് വിത്ത് ദി പ്രൊഹിബിഷൻ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് ആൻഡ് ഫോർവേഡ് ഡീലിംഗ് ഇൻ ദി സെക്യൂരിറ്റി ഓഫ് കമ്പനീസ്.
കമ്പനിയുടെ സെക്യൂരിറ്റീസ് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് ഇൻസൈഡർ ട്രേഡിങ്ങും ഫോർവേഡ് ഡീലിങ്സും ഒക്കെ. അപ്പോൾ ഇതിനെ എല്ലാം പ്രൊഹിബിറ്റ് ചെയ്യുക, അതിനെല്ലാം നിരോധിക്കുക, പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. നെക്സ്റ്റ്, ഇൻട്രൊഡ്യൂസിങ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സിംപ്ലിസിറ്റി ഇൻ ദി ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പനീസ്. ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രിക്റ്റ് റെഗുലേഷൻസ് എല്ലാം ഒഴിവാക്കി അതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യുകയും ഫ്ലെക്സിബിൾ ആക്കുകയും ചെയ്യുക. അപ്പോൾ അതുമൂലം എന്താ സംഭവിക്കുന്നത്? ന്യൂ കമ്പനിയും ന്യൂ എൻ്റർപ്രണേഴ്സൊക്കെ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും അങ്ങനെ ഒരു എക്കണോമി ഗ്രോ ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ്, ഇൻട്രൊഡ്യൂസിങ് ന്യൂ പ്രൊവിഷൻ ആൻഡ് കൺസെപ്റ്റ് ആൻഡ് പ്രിസ്ക്രൈബിംഗ് എക്സ്റ്റെൻസീവ് റൂൾ ടു മേക്ക് ദ ലോ ഡൈനാമിക് ആൻഡ് റെസ്പോൺസിബിൾ ടു ദി നീഡ് ഓഫ് ദി കോർപ്പറേറ്റ് സെക്ടർ. കമ്പനിയുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് പുതിയ കൺസെപ്റ്റും പ്രൊവിഷൻസൊക്കെ നടപ്പിലാക്കുക. ഓക്കെ, അങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിയമത്തെ കുറച്ചും കൂടിയും ഡൈനാമിക് ആക്കുക എന്നുള്ളതാണ് മറ്റൊരു ലക്ഷ്യം. നെക്സ്റ്റ്, ഇൻട്രൊഡ്യൂസിങ് എക്സ്റ്റെൻസീവ് ചേഞ്ചസ് വിത്ത് ഏരിയ ഓഫ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് വിത്ത് എ വ്യൂ ടു എൻഹാൻസ് ഓഡിറ്റ് എഫക്റ്റീവ്നെസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ഓഫ് ദി ഓഡിറ്റർ. ഓഡിറ്റിങ്ങിലെ എഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും ഓഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടബിലിറ്റി വർദ്ധിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനീസ് ആക്ട് 2013 കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരമായിട്ട് തന്നെ ഓഡിറ്റേഴ്സിൻ്റെ ഒരുപാട് സ്ട്രിക്റ്റ് റെഗുലേഷൻസും പിന്നെ അതേപോലെ ആ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിലും അതിൻ്റെ ഡ്യൂട്ടീസിൻ്റെ കാര്യത്തിലും എല്ലാം ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, പ്രൊവൈഡ് ഫോർ മെർജർ, അമാൽഗമേഷൻ ആൻഡ് ടേക്ക് ഓവർ. അപ്പോൾ അമാൽഗമേഷന്, മെർജർ, ടേക്ക് ഓവർ തുടങ്ങിയത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനീസ് ആക്ടിൻ്റെ മറ്റൊരു ലക്ഷ്യം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ക്രിയേഷൻ ഓഫ് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആൻഡ് നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണൽ. നോർമലി കോടതിയിൽ ഒരുപാട് കേസ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോടതി വിധിയിലൊക്കെ ഒരുപാട് ഡിലേ വരുന്നത്. അപ്പോൾ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലും അതേപോലെ നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണൽ എന്നീ 2 ഏജൻസി ഫോം ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ക്രിയേറ്റിംഗ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. ഇപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, to introduce good governance in companies by creating independent director and women directors. കമ്പനിയിൽ ഗുഡ് ഗവേണൻസ് ഉറപ്പുവരുത്താനും ഇൻഡിപെൻഡൻ്റ് ഡയറക്ടർ അതുപോലെ വുമൺ ഡയറക്ടേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല ഭരണം നടത്തുവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് സോ ആസ് ടു എൻകറേജ് സോഷ്യലി, എൻവിറോൺമെൻ്റലി ആൻഡ് എത്തിക്കലി റെസ്പോൺസിബിൾ ബിഹേവിയർ ബൈ കമ്പനീസ്. കമ്പനികളിൽ സോഷ്യലായിട്ടുള്ളതും എൻവിറോൺമെൻ്റലിയും എത്തിക്കലായിട്ടുള്ള ഇടപെടൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്ന ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013 പിന്നീടുള്ള ഡെഫിനിഷൻസ് ഓഫ് കമ്പനീസൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. Thank you for watching. We'll see next class.